നമസ്കാരം. ഗാർഡൻ പ്രേമികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഗോൾഡൻ ബാംബുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് മിക്ക റിസോർട്ടുകളിലും ഒട്ടുമിക്ക വീടുകളിലും ഗോൾഡൻ ബാംബു ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാത്തവരില്ല. പക്ഷേ ഇതിൻ്റെ വില കുറച്ച് കൂടുതലാണ്. കാരണം ഇത് തൈ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് അതിൻ്റെ വില കൂടാനുണ്ടായ കാരണം. സാധാരണ മുളകൾ, മിക്കവാറും മുളകൾ കമ്പ് നട്ടാൽ കിട്ടും, വിത്തും കിട്ടും. ഇതിന് വിത്ത് കിട്ടില്ല, ഇതിൻ്റെ കമ്പ് നട്ടാലും തേക്കാറില്ല. അപ്പോൾ പിന്നെ അടിയിൽ നിന്ന് പിഴുതെടുക്കണം തൈകൾ. അതല്ലെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് വേര് പിടിപ്പിക്കും. അങ്ങനെയുള്ള കുറേ വിഷമങ്ങളുണ്ട്. ഇത് 4 വർഷമായ ഒരു മുളങ്കൂട്ടമാണ്. ഇത് ഭാരക്കുറവാണ്, അതേ സമയത്തിന് ബലം കുറവുമാണ്. കാഴ്ചയ്ക്ക് മാത്രമേ ഉള്ളൂ. ഈ അടിവശത്തുള്ള ഇലകളെല്ലാം കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ഭംഗി നിലനിൽക്കുകയുള്ളൂ. ഇതിന് ജലാംശമുള്ള സ്ഥലത്ത് തന്നെ ഇത് വളരണം, വരണ്ട സ്ഥലത്ത് വളരില്ല. മുളകളെ ജലം സംരക്ഷിച്ച് വയ്ക്കുക ചെയ്യുമെങ്കിലും ഈ ഗോൾഡൻ ബാംബുവിൻ്റെ പ്രത്യേകത ജലമുള്ളിടത്തേ അവ വളരുകയുള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നനച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വളർത്തിക്കൊണ്ടുവരാം. കട്ട് ചെയ്ത് നിർത്താം. ഒരു 10 അടി ഉയരത്തിലൊക്കെ നിർത്തിക്കൊടുക്കാം. ഞാനിത് വെട്ടിക്കൊടുത്തിട്ടില്ല, കുറച്ചുകൂടി തണൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച്, മാക്സിമം വളരട്ടെ എന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു മുളയെ പരിചയപ്പെടാം. ഇത് ലാത്തിമുളയാണ്. ലാത്തിമുള എന്ന് പറഞ്ഞാൽ പണ്ട് പോലീസുകാരുടെ കൈവശമൊക്കെ ലാത്തി ഉണ്ടാകും. ആ ലാത്തിക്ക് ഉപയോഗിക്കുന്ന മുളയാണിത്. ടെമ്പർ കൂടുതലാണ്, വളരെ കാലം ഈട് നിൽക്കും, വളരെ ഉറപ്പ് കൂടുതലാണ്, പൊട്ടിപ്പോകില്ല. മാത്രമല്ല, നമ്മളുടെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ടാവും. കല്യാണപ്പന്തലൊക്കെ, തുണിപ്പന്തലൊക്കെ കെട്ടുമ്പോൾ നീളമുള്ള മുള കൊണ്ടുവരാറില്ലേ, ആ മുളയിൽ പെട്ടതാണിത്. തോട്ടിമുള എന്നും പറയും. ഇതിനെ പിന്നെ വളർത്താൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ ഒരു തൈക്ക് വില 1500 രൂപ 2000 രൂപ വില വരും. ഇത് വിത്ത് മുഖേനയല്ല ഇത് തെളിപ്പിച്ചെടുക്കുന്നത്, കമ്പുമല്ല. നിരട്ട് ഭാഗത്ത് തന്നെ കിളച്ച് മാറ്റിക്കൊണ്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് മുളഭാഗം മുളയോടുകൂടി അടിഭാഗം വേരുകളോടുകൂടി കിളച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ കിളച്ചെടുക്കുകയാണെങ്കിൽ ഒരു 6 or 7 ബാഗിൽ വെച്ച് പിടിപ്പിക്കാനുള്ള മുളങ്കൂട്ടം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കണം. ഇത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇതൊക്കെ മൂപ്പെത്തിയിട്ടുണ്ട്, അത്യാവശ്യം മൂപ്പെത്തിയിട്ടുണ്ട്. ഇനിയുമാണ് ഇതിൽ കൂടുതൽ വണ്ണം വരാനിരിക്കുന്നേ ഉള്ളൂ. ഇത് 4 വർഷമായിട്ട് വെച്ച് പിടിപ്പിച്ചതാണ്. ഇതുപോലത്തെ ഒരു 6ഓളം പിന്നെ മുളങ്കൂട്ടം എൻ്റെ അടുത്തുണ്ട്. ഒന്നും വെട്ടി വിൽപ്പന ഇതുവരെ നടത്തിയിട്ടില്ല, വിൽപ്പന നടത്താനായിട്ടില്ല. ഈ മുളയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏത് പ്രതികൂലാവസ്ഥയിലും ഇത് വളരും. പക്ഷെ കൂടുതൽ വളർച്ച കിട്ടണമെങ്കിൽ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണ് തന്നെ വേണം. അത് ചെടികൾക്കെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ നനവ് അത്യാവശ്യവുമാണ്. നനവില്ലെങ്കിൽ പുതിയ ചെനപ്പുകൾ ഉണ്ടാവാൻ വിഷമം മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവൂ. അതല്ലെങ്കിൽ പിന്നെ നനച്ചു കൊടുക്കുകയാണെങ്കിൽ വേനൽക്കാലത്തും ചെനപ്പ് ഉണ്ടാവും. പിന്നെ ഇതുപോലെ വൃത്തിയായിട്ട് കാണണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കോതിക്കൊടുക്കുക തന്നെ വേണം. കമ്പുകൾ കോതിക്കൊടുത്തെങ്കിൽ മാത്രമേ ഈ മുളകൾ വൃത്തിയായിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് കാട് പിടിച്ച് ഒലഞ്ഞ് ഇരിക്കും. അപ്പോൾ ഏത് ചെടിയും നമ്മളെ ഗാർഡനിലോ അല്ലെങ്കിൽ പറമ്പിലോ ഉള്ള ഏത് ചെടിയെയും നമ്മൾ പരിപാലിക്കുന്നത് പോലെയാണ് അവയുടെ വളർച്ച. ഇപ്പോൾ തേയിലച്ചെടി, നിങ്ങൾ വയനാട്ടിലൊക്കെ പോയാൽ, മൂന്നാറിലൊക്കെ പോയാൽ തേയിലച്ചെടി ഉണ്ടാവും. ആ തേയിലച്ചെടിയെ നമ്മൾ പ്രൂൺ ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വളർന്നു പോകും, കുറ്റിച്ചെടിയായി മാറും. കുറ്റിച്ചെടിയല്ല, ഇപ്പോൾ കാണുന്ന ബോൺസായി രൂപത്തിലുള്ള തേയിലച്ചെടി ആയിരിക്കില്ല നമുക്ക് കാണുക, കാട് പിടിച്ച് കിടക്കുന്നതായിരിക്കും. അതിങ്ങനെ ഒരു 3 വർഷം കൂടുമ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടാണ് ആ തേയിലച്ചെടികൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് കാപ്പിച്ചെടികളും. കാപ്പി 4 അടി ഹൈറ്റ് ആകുമ്പോൾ അതിൻ്റെ തലപ്പ് നുള്ളി ശിഖരങ്ങൾ ഉണ്ടാക്കി ഓരോ വർഷവും കായ്കൾ ഉണ്ടായിക്കഴിഞ്ഞ ശിഖരങ്ങൾ വെട്ടിമാറ്റി
പുതിയ ശിഖരങ്ങൾ നിലനിർത്തിയിട്ടാണ് കാപ്പിച്ചെടി ആ രൂപത്തിലേക്ക് മാറ്റുന്നത്. അതല്ലെങ്കിൽ കാപ്പിയുടെ തനി സ്വഭാവം ഇതുപോലെ ഉയർന്നങ്ങ് പോകും. ഒരു 15 അടി ഉയരത്തിലൊക്കെ കാപ്പിച്ചെടി വളരും. അതിന് വയനാട്ടിലൊക്കെ പറയാം കോൽക്കാപ്പി എന്നാ പറയാം. അങ്ങനെ ഉണ്ടായാൽ കോൽക്കാപ്പി എന്നാ പറയാം. ചില സമയത്തൊക്കെ കാപ്പി ഉണ്ടാവുകയാണെങ്കിൽ നന്നായിട്ട് അതിൽ കായ് പിടിക്കും. അതല്ലെങ്കിൽ ഉണ്ടാവില്ല. സാധാരണ ഒരു കാപ്പിച്ചെടി എന്ന് പറയുന്നത് 10-12 അടി അകലത്തിൽ വളർന്ന് 2 ചാക്ക് കാപ്പി പറിക്കും, വലിയ ചെടിയാണെങ്കിൽ. അതേ സമയത്ത് ഇതുപോലെ നേരിട്ട് പോവുകയാണെങ്കിൽ അത്രയും കായ് പിടിക്കുകയില്ല. അപ്പോൾ മുളയെക്കുറിച്ച് പറയുമ്പോൾ, വീടുകളിൽ മുളകൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, മുളകളുള്ള സ്ഥലത്ത് ഇടിമിന്നൽ ഏൽക്കില്ല. കാട്ടിൽ കണ്ടില്ലേ, ഒരു മൃഗങ്ങൾ ഇടിമിന്നലേറ്റ് മരിക്കാറില്ലല്ലോ. അത് മുളങ്കൂട്ടങ്ങൾ ഉണ്ടെങ്കിൽ മുളങ്കൂട്ടങ്ങൾ ആ എനർജിയെ ഭൂമിയിലേക്ക് പ്രവഹിപ്പിക്കും. അപ്പോൾ ഇടിമിന്നൽ ഉണ്ടാവില്ല. ഇത് വളരെ ശാസ്ത്രീയമായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ മുളങ്കൂട്ടത്തിന് മറ്റു പല ഗുണങ്ങളുമുണ്ട്. കൃഷ്ണൻ ആണ് മുള എന്ന് പറയുന്നു. മുളം തണ്ട് കൊണ്ടുണ്ടാക്കിയ ഫ്ലൂട്ട് വായിക്കുന്ന കൃഷ്ണനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചൈനയിലെ സംസ്ഥാന വൃക്ഷമാണ് മുള. അതുപോലെ പല രാജ്യങ്ങളും. അതുപോലെ തന്നെ മുള കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് വളരെയേറെ പ്രാധാന്യം ഉണ്ട്. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന മുള കൃഷി ചെയ്യുന്ന ധാരാളം പേര് ഇന്ന് ഉണ്ട്. ഇത് വീട്ടുവളപ്പിൽ ഒരു മുളങ്കൂട്ടം വെച്ച് പിടിപ്പിച്ചാൽ ഇതുപോലെ തണലും ഭംഗിയും നിലനിൽക്കും. പക്ഷെ ഒരു കാര്യം പറയാം, ഇതിൻ്റെ ഇലകൾ വേനൽക്കാലായ ഇലകൾ നിറയെ തൊഴിഞ്ഞിരിക്കും, നിലത്ത് തൊഴിഞ്ഞിരിക്കും. അത് അടിച്ചു മാറ്റാനൊക്കെ പറ്റുമെങ്കിൽ മാത്രമേ മുള വെച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതല്ലാത്ത മറ്റു മുളകൾ വെച്ച് പിടിപ്പിച്ചാൽ അടുത്ത പറമ്പിലേക്ക് ചിലപ്പോൾ പോയി ശല്യം ചെയ്യും. അതുകൊണ്ട് മുളകൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഇതുപോലെ സ്ട്രൈറ്റ് പോകുന്ന മുളകൾ മാത്രം വെച്ച് പിടിപ്പിക്കുക. പിന്നെ മതിലിൻ്റെ അടുത്തുനിന്ന് വിട്ട് പിടിപ്പിക്കുക. അല്ലെങ്കിൽ മതിലൊക്കെ ഇളക്കിക്കളയാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ആവശ്യത്തിന് നിർത്തി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മാറ്റി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ബോൺസായി ആയി നിർത്തി കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങളുടെ വീട്ടിലും ഒരു മുളങ്കൂട്ടം സെറ്റ് ചെയ്താൽ എങ്ങനെയിരിക്കും? മുള കൃഷി ചെയ്യുമ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏക്കർ കണക്കിന് മുള വെച്ച് പിടിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിപണനം സാധ്യമാവുള്ളൂ. അല്ലാതെ ഒരു കൂട്ടം മുളങ്കൂട്ടത്തിന് മാത്രമായിട്ട് നമ്മളെടുത്ത് വന്നിട്ട് വിലയെടുത്ത് ആരും വിലയെടുക്കില്ല. അപ്പോൾ മുളങ്കൂട്ടം ഒരാവേശത്തിൽ വെച്ച് പിടിപ്പിച്ചാൽ പിന്നീട് അത് പറമ്പിൽ നിന്ന് മാറ്റണമെങ്കിൽ JCB ഒക്കെ കൊണ്ടുവന്ന് വലിയൊരു വിഷമമുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ വില നിലവാരം അറിയണം. മുളകൾക്ക് എങ്ങനെയാണ് വില നിലവാരം? നമുക്കിന്നും കേരളത്തിൽ സ്ഥായിയായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു വില നിലവാരം മുളയ്ക്ക് വന്നിട്ടില്ല. അത്രയും മുള വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഉൽപ്പാദിപ്പിച്ച് വരുമ്പോൾ വില കിട്ടുമായിരിക്കും. കർണാടകത്തിൽ മുള കൃഷി ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊന്നും അത് ഉൽപാദന ലെവലിലേക്ക് എത്തിയിട്ടില്ല. അത്രയും പ്രായമായിട്ടില്ല. എല്ലാവരും ഒരു ശൈശവ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ലാത്തിമുളയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മുളയ്ക്ക്, പ്രായമായ ഒരു മുളയ്ക്ക് 200 രൂപ വില കിട്ടും. ഇത് കല്യാണപ്പന്തലിനൊക്കെ തോട്ടിമുള എന്നൊക്കെ പറയും, കല്യാണപ്പന്തലിനൊക്കെ വെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഒരു മുളയ്ക്ക് 200 രൂപ വില നമുക്ക് കിട്ടും. പക്ഷെ അതിന് ആവശ്യക്കാർ വരണം. ആവശ്യക്കാർ വന്നെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ വില ലഭിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ഈ സ്ഥലം നഷ്ടപ്പെടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭംഗിക്കാണെങ്കിൽ ഓക്കെ, വാണിജ്യാടിസ്ഥാനത്തിലാണെങ്കിൽ വളരെയേറെ ആലോചിച്ച് കൃഷി നടത്തണം. നിങ്ങളുടെ പറമ്പ് മുള വെച്ച് പിടിപ്പിക്കാൻ അനുയോജ്യമാണോ, അല്ലെങ്കിൽ വേറെ ഏത് കൃഷിക്കാൻ അനുയോജ്യമാണോ എന്ന് എനിക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റും. ഇതുപോലെ നിങ്ങളുടെ സ്ഥലത്ത് എവിടെയാണെങ്കിലും ഇതേപോലത്തെ മുളകൾ വെച്ച് പിടിപ്പിക്കാൻ വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ വന്ന് നിങ്ങളുടെ മണ്ണുകൾ പരിശോധിച്ച് അവിടെ ഏതിനം മുളകളാണ്. മുളകൾ 350 തരം മുളകളുണ്ട്. നമുക്ക് 70ഓളം മുളകളാണ് ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഏതാണോ അവിടെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നത്, ആ മണ്ണിൽ പറ്റുമോ, അവിടുത്തെ കാറ്റ് വരെ അതിന് ഘടകങ്ങളാണ്. അവിടുത്തെ ലാറ്ററൈറ്റ് ഏരിയയാണ്. സോയിൽ അതിനോട് അനുയോജ്യമാണോ, ജലലഭ്യതയുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് വേണം ഇവയെല്ലാം കൃഷി ചെയ്യാൻ. അപ്പോൾ മുളങ്കൂട്ടം
ഭംഗിക്കൊന്ന് വെച്ച് പിടിപ്പിക്കാനാണെങ്കിൽ ഓക്കെ, നമ്മുടെ വീട്ടിൽ ചെയ്യാം.